നമസ്കാരം. ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം വീണ്ടും കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ സുരക്ഷാ കാരണങ്ങളായി ദുബായിൽ നിന്ന് ടെഹ്റാൻ, ഷിറാസ്, മഷ്ഹദ് എന്നീ നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് പ്രധാനമായും മുടങ്ങിയിരിക്കുന്നത്. UAE വിമാന കമ്പനികൾക്ക് പുറമെ ടർക്കിഷ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കമ്പനികളും ഇറാനിലേക്കുള്ള യാത്രകൾ നിർത്തിവെച്ചു. മേഖലയിലെ യുദ്ധസമാനമായ അന്തരീക്ഷവും രാഷ്ട്രീയ അസ്ഥിരതയും പ്രവാസികളുടെ യാത്രാ പദ്ധതികളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ മലയാളി സമൂഹം. ഫ്ലൈ ദുബായ് അടക്കമുള്ള വിമാന കമ്പനികൾ നേരത്തെ തന്നെ സർവീസുകൾ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള ഔദ്യോഗിക കാരണം എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. യാത്രക്കാർക്ക് പകരമുള്ള ക്രമീകരണങ്ങളെ കുറിച്ചും ഉടൻ സൂചനയില്ല. റദ്ദാക്കിയ പ്രധാന വിമാനങ്ങൾ ദുബായ്, ടെഹ്റാൻ, അതായത് പ്രധാന വിമാനത്താവളത്തിലേക്കുള്ള ഒന്നിലധികം സർവീസുകൾ ഉൾപ്പെടുന്നുണ്ട്. ദുബായ്, ഷിറോസ്, പ്രക്ഷോഭം ശക്തമായ നഗരത്തിലേക്കുള്ള സർവീസുകളാണ് ഇതിൽ വരുന്നത്. അടുത്തത് ദുബായ്, മഷ്ഹദ്, തീർത്ഥാടകർ അടക്കമുള്ളവർ ആശ്രയിക്കുന്ന പ്രധാന റൂട്ടാണിത്. UAE കൂടാതെ തുർക്കിയിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. ടർക്കിഷ് എയർലൈൻസ് ടെഹ്റാനിലേക്കുള്ള തങ്ങളുടെ 5 സർവീസുകളും നിർത്തിവെച്ചു. ഇറാനിയൻ എയർലൈനുകളുടെ 5 വിമാനങ്ങളും റദ്ദാക്കിയതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ ചില വിമാനങ്ങൾ ഇപ്പോഴും ഷെഡ്യൂൾ പ്രകാരം പറക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന വൻ പ്രതിഷേധങ്ങളാണ് വിമാന സർവീസുകളെയും ബാധിച്ചിരിക്കുന്നത്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ഉള്ള സർവീസുകൾ വഴിതിരിച്ചു വിടുകയും ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാനാണ് സാധ്യത. അവധിക്ക് നാട്ടിൽ പോകാനിരിക്കുന്ന പ്രവാസികൾക്കും തിരികെ ജോലിക്ക് കയറേണ്ടവർക്കും ഈ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. നാട്ടിൽ അവധിക്ക് പോയ ഒട്ടേറെ പ്രവാസികൾക്ക് വിമാനം റദ്ദാക്കുന്നത് മൂലം കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന പേടി കൂടിയുണ്ട്. ഇത് പലരുടെയും ജോലി സുരക്ഷിതത്വത്തെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് തിരിച്ചെത്തുക എന്നത് നിർണായകമാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരുന്ന പ്രവാസികളുടെ അവസ്ഥ ദയനീയമാണ്. ഭക്ഷണം, വിശ്രമം, കുട്ടികളുടെയും മുതിർന്നവരുടെയും സുരക്ഷ എന്നിവ സംബന്ധിച്ച് വലിയ ആശങ്കകളാണ് ഉയരുന്നത്. മേഖലയിലെ രാഷ്ട്രീയ അസ്ഥിരത പ്രവാസികളുടെ സമാധാനമായ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ തങ്ങളുടെ ഭാവി സുരക്ഷിതമാണോ എന്ന ചോദ്യമാണ് അവരിൽ ഉണ്ടാക്കുന്നത്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനിലെ ആഭ്യന്തര അസ്വസ്ഥതകൾ വെറും ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഗൾഫ് പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയും സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നതും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നതും ജോലി സംബന്ധമായ അനിശ്ചിതത്വങ്ങളും പ്രവാസി മലയാളികളെ സംബന്ധിച്ച് താങ്ങാവുന്നതിലുമൊക്കെ അപ്പുറമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാനും മറ്റു മാർഗങ്ങളും സംവിധാനങ്ങളും ഒരുക്കാനും തയ്യാറാകേണ്ടതുണ്ട്. വ്യോമപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ യാത്രകൾ കരുതലോടെ പ്ലാൻ ചെയ്യുക എന്നതാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക വഴി. എത്രയും വേഗം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും പ്രവാസികളുടെ ആശങ്കകൾക്ക് അറുതി ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.